വളാഞ്ചേരിയിൽ മദ്യലഹരിയിൽ ഓട്ടോ ഡ്രൈവർ ഓടിച്ച ഓട്ടോ ഇടിച്ച് കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും പരിക്ക്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 വളാഞ്ചേരി വൈക്കത്തൂരിലാണ് പരിഭ്രാന്തി പരത്തിയ അപകട പരമ്പര നടന്നത്. അമിത വേഗതയിൽ വന്ന ഓട്ടോറിക്ഷ ആദ്യം 2 ബൈക്കുകളിലിടിക്കുകയും തുടർന്ന് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. നിയന്ത്രണം വിട്ട ഓട്ടോ ഒടുവിൽ ഒരു പിക്കപ്പ് വാനിലിടിച്ചാണ് നിന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വളാഞ്ചേരി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഈ ഓട്ടോറിക്ഷ മറ്റു പല വാഹനങ്ങളിലും തട്ടിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു വരുന്നു, പുറത്തിറങ്ങി അങ്ങനെ നേരെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അരിയിലൊക്കെ പച്ചക്കറി അവിടെ ഞാൻ അങ്ങനെ അരുവിക്ക് നേരെ ചെയ്യുന്നു. പള്ളിയിൽ പോകാൻ നേരത്താണ് ഓൻ വന്നത്. അപ്പോൾ നല്ല സ്പീഡിലാണ് വന്നത്. എൻ്റെ മുന്നത്തേക്ക് വന്നത് ഒരു താത്ത കുറച്ച് മുമ്പ് അവിടെ പോയതുകൊണ്ട് ആ താത്ത രക്ഷപ്പെട്ടു. നേരെ ഞാൻ അത്ര അറിയില്ല, ഞാൻ സെൻറ്ററിൽ പോലും അല്ല. കൈനടിച്ച് കൈ നേരെ കുത്തി. ഞാൻ നേരെ ഫ്രണ്ടിൽ നേരെ ചുമരിലായതുകൊണ്ട് ഞാൻ പോയില്ല, അല്ലെങ്കിൽ തലടിച്ച് പോയി. അങ്ങനെ പോയതാ. പിന്നെ പോയി ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയി ക്യാമറ ഒക്കെ ചെക്ക് നോക്കുമ്പോൾ നേരെ പോയിട്ടുള്ള ഭാഗത്താണ്. അതെ അതെ. ഓരോട് പറഞ്ഞിട്ട് എന്താ ഇത് പോലെ ഇപ്പൊ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഓർന്നു, അത്ര തന്നെ ഉള്ളൂ. ഓന്റെ ലൈസൻസ് കട്ടാക്കണം. ഈ ജോലി ഈ വണ്ടി ചെയ്ത് ഓടിച്ച് ജീവിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ മുന്നേ 42 വയസ്സായി ഇന്നേ വരെ ഞാനൊരു സീസർ പോലും നിൽക്കാത്ത ഒരാളാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുകൾക്ക് പോലും നല്ലപോലെ നടക്കാൻ കഴിയും. ഞാനൊരു റോഡിന്റെ നടുവിനല്ല എന്നെ തട്ടിയത്, അത്രയും സൈഡിൽ നിന്നാണ് എന്നെ തട്ടിയിരുന്നത്. അതുകൊണ്ട് ലൈസൻസ് എന്തായാലും കട്ടാക്കും. ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.